ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയം സത്യസന്ധമാണോ എന്നുള്ളതാണ്. അതായത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്പ്രെഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ത്രീ ഓഫ് സോർട്സ് ആണ്. സെക്കൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസും തേർഡ് ദ ലവേഴ്സും അവസാനത്തത് ഹൈ പ്രീസ്റ്റസുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കാർഡുകൾ പറയുന്നതെന്ന് നോക്കാം. ത്രീ ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങൾ വേദന, ഹൃദയാഘാതം അല്ലെങ്കിൽ വൈകാരിക നിരാശ എന്നിവ മുറുകെ പിടിക്കുന്നു. വിശ്വാസവഞ്ചന, തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ പറയാത്ത ദുഃഖം എന്നിവ ഉണ്ടായേക്കാം. വ്യക്തതയോടെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് രോഗശാന്തി ആവശ്യമാണെന്നാണ് ത്രീ ഓഫ് സോർട്സ് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കുമ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതെന്താ പറയുന്നതെന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ചോ ഈ സാഹചര്യത്തെക്കുറിച്ചോ പുതിയ എന്തെങ്കിലും പഠിക്കുന്നതിനുള്ള ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ വികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സന്ദേശമോ ഓഫറോ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ക്ഷമയോടെയും പ്രായോഗികമായും വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിതെന്നാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അടുത്ത നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ലവേഴ്സാണ്. ഒരു പ്രധാന ബന്ധമോ തീരുമാനമോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ഇത് പ്രണയപരമോ ആഴത്തിലുള്ള വ്യക്തിപരമായതോ ആകാം. തലയ്ക്കും ഹൃദയത്തിനും ഇടയിൽ നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നുണ്ടാകാം. സത്യസന്ധതയും മൂല്യങ്ങളുടെ വിന്യാസവും ഇപ്പോൾ അത്യാവശ്യമാണെന്നാണ് ദ ലവേഴ്സ് കാർഡ് പറയുന്നത്. അവസാനമായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് പറയുന്നത് നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കുക. എല്ലാ ഉത്തരങ്ങളും ഇതുവരെ വ്യക്തമായിരിക്കില്ല, പക്ഷേ നിങ്ങളുടെ ആന്തരിക ശബ്ദത്തിന് സത്യമറിയാം. കൂടുതൽ നിരീക്ഷിക്കുക, കുറച്ച് സംസാരിക്കുക. വെളിപ്പെടുത്താൻ കാത്തിരിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന സത്യമോ നിഗൂഢതയോ ഉണ്ട്. പ്രത്യേകിച്ച് പ്രണയവുമായോ വൈകാരിക രോഗശാന്തിയുമായോ ബന്ധപ്പെട്ടിരിക്കാം എന്നാണ്. അതായത് ഇതിൻ്റെ ഓവറോൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മൊത്തത്തിലുള്ളൊരു അർത്ഥമെന്ന് പറയുന്നത് നിങ്ങളൊരു സെൻസിറ്റീവ് വൈകാരിക ഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ പഠനത്തിനായി തുറന്നിരിക്കുകയാണെങ്കിൽ ഭൂതകാലത്തിലെ വേദന ജ്ഞാനമായി രൂപാന്തരപ്പെടാം. ഒരു പ്രധാന ബന്ധമോ തിരഞ്ഞെടുപ്പോ നിങ്ങളുടെ പാതയെ സ്വാധീനിക്കുന്നു. പക്ഷെ മുന്നോട്ട് പോകാൻ നിങ്ങൾ നിങ്ങളുടെ അവബോധത്തെ, അതായത് ആന്തരിക സത്യത്തെയും ശ്രദ്ധിക്കണമെന്നാണ്. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്കിത് സത്യസന്ധമായിട്ടുള്ള ബന്ധമാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്